അത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിനകത്തും ആ കുട്ടി എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യുന്നുള്ള ആൻസർ ഷീറ്റ് അടക്കം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അല്ലാതെ എങ്ങനെ ഇത് വിശ്വസിക്കുന്നേ? ആ നിലയ്ക്ക് എത്തി നിൽക്കുമ്പോൾ ഞാൻ ഈ കേരളത്തോട് പറയുകയാണ്, അയ്യോ അലമ്പ് തുടങ്ങുന്നത് ഇവിടെ കോക്രോച്ച് പാർട്ടി എന്നൊക്കെ പറഞ്ഞ എന്തോ സംഭവം ഉണ്ടായപ്പോ എല്ലാവരും കിടന്ന് വേളം ഉണ്ടാക്കുന്നുണ്ട്. കോക്രോച്ച് പാർട്ടി ഭയങ്കര സംഭവമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ വിജയുടെ സ്പീച്ചിന് ഇടയ്ക്കെങ്ങാണ്ട് കുറച്ചു നേരം ട്രാൻസ്പെറൻസി എന്ന് വിജയ് പറയുന്നുണ്ട്. ഇപ്പൊ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു സ്പീച്ചിന് ഇടയ്ക്ക് ചെറുതായിട്ട് ട്രാൻസ്പെറൻസി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇനി എത്ര പേര് പറയും എന്തൊക്കെയാണ് ട്രാൻസ്പെറൻസി? ഡൽഹിയിൽ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡിന്റെ കോൺട്രാക്ടർ ആരാണെന്നും റോഡിന്റെ പണിക്ക് എത്ര രൂപ എന്നൊക്കെ അറിയാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പരിപാടികൾ വളരെ രസമായിരിക്കുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനൊന്നും ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ആക്കാൻ പറ്റും. ഗവൺമെന്റ് സിസ്റ്റം മൊത്തം അങ്ങ് ട്രാൻസ്പെറന്റ് ആകണമെന്നില്ല. ഇതിന്റെ പുറത്തു നിന്നൊരു മോണിറ്ററിംഗ് സിസ്റ്റം നമ്മൾ ചെയ്താൽ മതി. മനസ്സിലായോ? അവരുടെ ഫോർമാലിറ്റീസോ ഫോർമാറ്റ്സോ അവരുടെ പ്രൊസീജിയേഴ്സോ അവരുടെ പ്രോട്ടോകോളോ ഒരു പഴവും മാറ്റാതെ ജസ്റ്റ് മോണിറ്ററിംഗ് സിസ്റ്റം മാത്രമേ നമ്മളോട് പുതിയതായിട്ട് കൊണ്ടുവന്നുള്ളൂ. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ കറപ്ഷൻ എന്ന് പറയുന്ന ഒരേ ഒരു വിപത്ത്, ഈ നാട് നശിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം കറപ്ഷൻ മാത്രമാണ്. അല്ലാതെ ഈ കാണുന്ന പോലത്തെ പരിപാടികളൊന്നും ഇവിടെ നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും മൂലകാരണം, മൂലക്കുരു അത് ഇതാണ്. ഏത്? അഴിമതി. ഈ അഴിമതി എന്ന് പറഞ്ഞ പരിപാടി നിന്നാൽ തന്നെ ഇവിടെയുള്ള ഈ പിൻവാതിലും ഈ പരീക്ഷ പേപ്പർ ചോർത്തലും ഇതൊന്നും നടക്കത്തില്ലെന്നേ. ഞാൻ ഇതിനു മുമ്പേ ഒരു ദിവസം ഈ പരീക്ഷയെ പറ്റിയൊക്കെ ഒരിടത്ത് എവിടെയോ സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ട്രാൻസ്പെറന്റ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് പരീക്ഷയൊക്കെ. അത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിനകത്തും ആ കുട്ടി എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യുന്നുള്ള ആൻസർ ഷീറ്റ് അടക്കം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അല്ലാതെ എങ്ങനെ ഇത് വിശ്വസിക്കുന്നേ? ആ നിലയ്ക്ക് എത്തി നിൽക്കുമ്പോൾ ഞാൻ ഈ കേരളത്തോട് പറയുകയാണ്. അങ്ങനെയല്ല, അത് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, നിൽക്കുമായിരിക്കണം. ഞാൻ ഈ കേരളത്തോട് പറയുകയാണ്, ട്രാൻസ്പെറൻസി വേണമെന്ന്. അടുത്ത അസംബ്ലി ഇലക്ഷന് കേരളത്തിലുടനീളം 140 മണ്ഡലങ്ങളിലും ട്രാൻസ്പെറൻസി ഫോക്കസ് ചെയ്ത് ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമാക്കുമെന്ന വാഗ്ദാനവുമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്. പറയാനല്ലേ പറ്റൂ. അപ്പൊ പറയാൻ മാത്രമല്ല പറ്റുന്ന. ഞാനൊരു കാര്യം പറയാം. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ. എന്നിട്ട് ഓരോ നിങ്ങൾ ഏതൊക്കെ മണ്ഡലത്തിലാണുള്ളത് നിങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. 140 മണ്ഡലങ്ങളിൽ നിന്നും കാൻഡിഡേറ്റ്സിനെ വേണം. നമുക്ക് ഇലക്ഷൻ മത്സരിക്കാനുള്ളതാണ്. 5 വർഷം സമയമുണ്ട്. 5 വർഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ക്യാമ്പയിൻ ചെയ്യണമെന്നും ഉള്ള സകല മെറ്റീരിയൽസും ഞാൻ തരാം. അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും അടുത്ത ഇലക്ഷന് ഇന്ത്യ മുഴുവൻ അറിയാൻ പോകുന്ന ഒരു വിപ്ലവം ഇവിടെ നടക്കും. കോക്രോച്ച് കീക്രോച്ച് പോലൊന്നും ആയിരിക്കത്തില്ല. നല്ല വെടിക്കെട്ട് പരിപാടി, ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന രൂപത്തിൽ കലാപരിപാടി അവതരിപ്പിക്കാൻ പറ്റും. അതിന് നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ട. ഒരു 10,000 രൂപ കൊണ്ടുപോയി ഈ നോമിനേഷൻ കൊടുക്കുക. ബാക്കി 140 പേര് ഒന്നിച്ച് നിൽക്കുക. ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുക. ഇന്ത്യ മുഴുവൻ വാർത്തയാവും, BBC-നും വാർത്ത വരും. അത്രയൊക്കെ പറ്റും. അപ്പൊ എല്ലാവരും അറിയും എന്തിനാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്, എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നെങ്കിലും ആൾക്കാർ അറിയട്ടെ. നമുക്ക് ഈ ഗവൺമെന്റ് എങ്ങനെ ട്രാൻസ്പെറന്റ് ആക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ പ്രസന്റേഷൻസ് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. അവിടെ തന്നെ പരിപാടി തുടങ്ങും. അത് 5 വർഷം ഞാൻ പ്രചരിപ്പിക്കും. അത് നിങ്ങളും എങ്ങനെ പ്രചരിപ്പിക്കണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഈ 140 പേരെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് അവസാനത്തിന് 3 വർഷം, ഈ 2 വർഷം വിട്ടേക്കാം. കുറെ പ്ലാനിങ് നമുക്ക് വേണ്ടി വരും. 2 വർഷമൊക്കെ പല പരിപാടികൾ അറിഞ്ഞ് കേട്ട് പഠിച്ച് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കണം. ഈ പ്രൊസീജിയർ കറക്റ്റ് ചെയ്യാനുള്ള കറക്റ്റ് മെഷേഴ്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് കണ്ടെത്തണം. അപ്പോ ഓരോ കേസ് വിട്ടും എങ്ങനെയായിരിക്കും നമ്മൾ ഡെമോൺസ്ട്രേഷൻസ്, വീഡിയോ പ്രസന്റേഷൻസ് ഉണ്ടാക്കും. അങ്ങനെയുള്ള സാധനങ്ങൾ പ്രചരിപ്പിക്കും. മാക്സിമം നിങ്ങൾ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. 140 പേര് മതി. 140 പേര്, അതിൽ 10,000 രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നാട് നന്നാക്കാൻ പറ്റും. അങ്ങനെ താല്പര്യമുള്ളവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എതിർത്താനെന്ന പേരിൽ ഫേസ്ബുക്ക് പേജിലേക്ക് മെസ്സേജ് അയക്കുക. സ്ഥാനാർത്ഥിയാവാൻ ഞാൻ തയ്യാറാണ്. ഈ രാജ്യം, ഈ നാട്, എന്റെ മാതൃരാജ്യം രക്ഷിക്കാൻ ഇനി മറ്റൊരു മാർഗവുമില്ല. ഈ ഭരണത്തിന്റെ അഴിമതിയെ ഉടച്ചു നീക്കണം എന്നൊക്കെ ഞാൻ പറയുകയാണ്. അല്ല, അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പുറത്തോട്ട്. ഞാൻ ഈ പറഞ്ഞ പ്ലാൻ എങ്ങനെ ഉണ്ടെന്ന് ആലോചിക്കും. ചുമ്മാ ചില്ലറ പരിപാടിയൊന്നുമല്ല. എല്ലായിടത്തും നോമിനേഷൻ കൊടുത്തിടുക. ആർക്കൊക്കെ നോമിനേഷൻ കിട്ടുന്ന അത്രയും പേരും ഒന്നിച്ച് നിൽക്കുക. ഒറ്റ മോട്ടീവേ ഉള്ളൂ, കറപ്ഷൻ സീറോ, ട്രാൻസ്പെറന്റ് ഗവർണൻസ്. അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ അങ്ങനെ മാറ്റിത്തരും. നമ്മൾ ഒറ്റ പ്രാവശ്യം ഇലക്ഷൻ മത്സരിക്കുന്നുള്ളേ. അത് കഴിഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ഒറ്റ പ്രാവശ്യം ജയിപ്പിച്ചാൽ മതി. അതോടെ ഇത് ക്ലിയർ ആക്കി മാറ്റി തരും. പെർമനന്റ് സൊല്യൂഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കോ തിരിച്ചുകൊണ്ടാൻ പറ്റില്ല. തിരിച്ചുകൊണ്ടാൻ കള്ളനാണെന്ന് പറയും. ആൾക്കാർ കല്ലെറിഞ്ഞവന്മാരെ ഓടിക്കും. വീണ്ടും നമ്മൾ തന്നെ വരേണ്ടി വരുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ആൾക്കാർ നിർബന്ധിച്ചാൽ നമുക്ക് വീണ്ടും മത്സരിക്കേണ്ടതായിട്ട് വരും കേട്ടോ. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഇത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വലിയ ഇടപാട് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് പേര് ശാസ്ത്രീയത്തോടൊന്നും വരത്തില്ല.
രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർക്ക് ഗുണമുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ തക്കതായ മാനസികാവസ്ഥയുള്ള ആക്രാന്തവും പരവേശവും അഴിമതിയും കള്ളത്തരവും കൊള്ളത്തരവും ഇല്ലാത്ത ആളുകൾ രംഗത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഇതിനുള്ള സാധ്യതകൾ ഇല്ലായിരിക്കണം. ആ സാധ്യതകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്പെറൻസി ഒക്കെ കൊണ്ടുവരാൻ പോകുന്നത്. ട്രാൻസ്പെറൻസി ചുമ്മാ തുറന്നിട്ടാ പോരാ, ഒരുപാട് മോണിറ്ററിംഗ് സിസ്റ്റം, ഒത്തിരി ലൂപ്പ് ഹോൾസ് അടയ്ക്കൽ, അതിനെന്താ പറയാ, അല്ല വേണ്ട ചെക്ക് പോയിന്റ്സ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടെന്നേ. അപ്പൊ ഇതെല്ലാം ചെയ്യാതൊന്നും ഇതൊന്നും നിൽക്കത്തില്ല. നമുക്ക് ഒരുപാട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സാധനത്തിനെ കൈകാര്യം ചെയ്താൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. സാധാരണക്കാരനും വലിയവനും ചെറിയതൊന്നും ഇവിടെ ഇല്ല. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ മുന്നിൽ എല്ലാവരും ഈക്വൽ ആണ്, ഇക്വാളിറ്റി പോസിബിൾ ആണ്, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ വീഡിയോ പ്രസന്റേഷനായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് 140 പട്ടണങ്ങളിൽ നിന്നും എന്റെ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും ഒക്കെ സ്ഥാനാർത്ഥികളാവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ത്യ അറിയുന്ന, ലോകം അറിയാൻ പോകുന്ന ഒരു പരിപാടിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ പേര് ട്രാൻസ്പെറന്റ് കാൻഡിഡേറ്റ്സ് ഓഫ് കേരള. എങ്ങനെ ഇരിക്കുന്ന പരിപാടി ചുമ്മാ പറയുന്ന കേട്ടോ, വേറെ ഒരു പേരൊന്നും വേണ്ട. അങ്ങനെ വലിയ എന്താ പറയുക, താനാസേന്റെ കൂട്ടം എന്നൊക്കെ പറഞ്ഞ സിനിമ സ്റ്റൈൽ പരിപാടിയൊന്നുമല്ല. അത് ആൾക്കാർക്ക് പറ്റുന്ന പോലെ ചെയ്യുക. ഇതാണ് നമ്മുടെ ഉദ്ദേശം, മനസ്സിലായി? ഇത് നല്ലൊരു ഉദ്ദേശമല്ലേ? അതിന് നിങ്ങൾ ആരാണ് മുന്നോട്ട് വരുന്നത്? ആര് വന്നാലും കുഴപ്പമില്ല. ഇതിന് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ആകെ ഒറ്റ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഈ അഴിമതി ചെയ്യത്തില്ല, അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് താല്പര്യം ഉണ്ടായാൽ മാത്രം മതി. 10,000 രൂപയും വേണം. എന്റെ ഒരു കാശൊന്നും ഇല്ല, അത് ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ആർക്കും 10,000 രൂപ വന്നിട്ട് എനിക്ക് അവിടെ നിന്നും കൊണ്ട് മത്സരിപ്പിക്കാൻ പറ്റില്ല. വേണം ഫണ്ട് റൈസ് ചെയ്യാം, കുഴപ്പമില്ല. പൈസ ഇല്ലെങ്കിലും പോലെ നമുക്ക് ആരോടൊക്കെ ചോദിക്കാം. നമ്മൾ മറ്റേ ബക്കറ്റ് പോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഫണ്ട് മാനേജ് ചെയ്യുന്ന പരിപാടി ഉണ്ട്. അപ്പൊ നമുക്കത് കളവില്ല, ചതിയില്ല, എള്ളോളമില്ല, പൊളി വചനം എന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ പരിപാടി നടത്തിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ആർക്കൊക്കെയാണോ മുന്നോട്ട് വരാൻ തോന്നുന്നത് അവരെല്ലാം ചെകുത്താന്റെ പേജിൽ മെസ്സേജ് അയക്കുക. ചെകുത്താൻ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി പരിപാടികൾ നമുക്ക് ആസൂത്രണം ചെയ്യാം. ഓക്കെ, അപ്പൊ ശരി, ബൈ.